തൃശ്ശൂർ ജില്ലയിൽ ഇടതുപക്ഷത്തിന് ശക്തമായൊരു സ്വാധീനമുള്ള മണ്ഡലമാണ് മണലൂർ. അതായത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ കയ്യിലായിരുന്നെങ്കിൽ ഇപ്പം ഈസി വാക്ക് ഓവറിൽ LDFന് ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു മണ്ഡലം. അപ്പം ഈ തവണ അവിടെ മത്സരിക്കാൻ, അതായത് LDFന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്നത് രവീന്ദ്രനാഥാണ്. അതായത് ഓപ്പോസിറ്റ് കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ UDFന് വേണ്ടി TN പ്രതാപനും ഇറങ്ങുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ മണലൂർ മാത്രം എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ നടക്കും? ഇപ്പോൾ രവീന്ദ്ര മാഷിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു മന്ത്രിയായിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ലളിതമായ അദ്ദേഹം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഈ ആർഭാടങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു നേതാവൊന്നും ആയിരുന്നില്ല ഈ രവീന്ദ്ര മാഷ്. കാരണം അദ്ദേഹം പലപ്പോഴും സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു ചെറിയ സഞ്ചിയൊക്കെ അദ്ദേഹം കോളേജിൽ പോകുന്നതും അദ്ദേഹം ഒരു തോള സഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൈക്കിൾ ചവിട്ടി ക്ലാസ്സിലേക്ക് പോയി വളരെ സിമ്പിളായി പോയി പഠിപ്പിച്ചിട്ട് വരുന്ന ഒരു പ്രൊഫസറാണ് അദ്ദേഹം. കെമിസ്ട്രിയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ചിലർ രസകരമായി എഴുതുന്നത് സൈക്കിൾ ചവിട്ടി ക്ലാസ്സിൽ ചെന്ന് പീരിയോഡിക് ടേബിൾ പഠിപ്പിച്ചു പോകുന്ന ഒരു രസതന്ത്ര അധ്യാപകൻ. അത് അത്രത്തോളം പ്രാധാന്യമുള്ള അദ്ദേഹം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകനായിരുന്നു. പിന്നെ ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹം ഈ ആസൂത്രണ കമ്മീഷൻ അടക്കമുള്ള ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 3 തവണ അദ്ദേഹം MLA ആയിട്ടുമുണ്ട് എന്നുള്ളതാണ് രവീന്ദ്രൻ മാഷിന്റെ ഏറ്റവും പറയാൻ കഴിയുന്ന നിരവധി പ്രത്യേകതകൾ. അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം മന്ത്രിയായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ശരിക്കും അനുസ്മരിക്കേണ്ടത്. അതായത് പല മാധ്യമങ്ങളും ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ വഴിയെ രവീന്ദ്രൻ മാഷ് എന്ന് എഴുതുകയുണ്ടായി. എന്ന് വെച്ചാൽ ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകിപ്പോയ ഒരാളാണ് എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 2016 വരെയുള്ള 11 മുതൽ 16 വരെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും കൂടുതൽ അപഖ്യാതി കേട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ താറടിക്കപ്പെട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിക്കപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പായിരുന്നു. ആ വകുപ്പിനെ ജനം അറിയുന്ന ഒരു വകുപ്പായും വിദ്യാഭ്യാസ വകുപ്പിന് അർഹിക്കുന്ന പ്രാധാന്യവും നൽകി വിദ്യാഭ്യാസ വകുപ്പിനെ നല്ലൊരു വകുപ്പാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞ മന്ത്രിയാണ് ശ്രീ രവീന്ദ്രൻ മാഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അക്കാര്യത്തിൽ യാതൊരു ഒരു തർക്കവുമില്ല. അദ്ദേഹം ഈ ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ നിന്ന് പരാജയപ്പെട്ടു എങ്കിൽ തന്നെയും അദ്ദേഹത്തിന് ശരിക്കും ആവശ്യം കേരളത്തിനകത്താണ്. പിന്നെ രവീന്ദ്ര മാഷിനെ ഇത്തവണ രവീന്ദ്ര മാഷ് ജയിച്ചാൽ ഇപ്പൊ തർക്കം നടക്കും. ശരിക്കും പറഞ്ഞ രവീന്ദ്ര മാഷും ശിവൻകുട്ടിയും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ തർക്കമായിരിക്കും. ആരാവണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള തരത്തിൽ ഒരു വലിയ തർക്കം കൂടി LDFനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മിക്കവാറും ടോസ് ഇട്ടൊക്കെ എടുക്കേണ്ടി വരും. കാര്യം രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. 2016 വരെയുള്ള കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പല ആവർത്തി പറഞ്ഞാണ്. അബ്ദുറബ് എന്ന് പറയുന്ന ഒരു ബോധമില്ലാത്ത ഒരു വകുപ്പ് മന്ത്രി ഇരുന്നു കൊണ്ട് നശിപ്പിച്ച് നാറാണക്കല്ലെടുപ്പിച്ച ഒരു വകുപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളുടെ പരീക്ഷാ ഫലത്തിൽ പോലും ഇത് നടത്തുന്നു. അത് ആകപ്പാടെ സങ്കീർണമായ വിഷയങ്ങളോട് കൂടിയ ഒന്നായിരുന്നു ശരിക്കും അന്ന് ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ വകുപ്പ്. ആ വിദ്യാഭ്യാസ വകുപ്പിനെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു വകുപ്പാക്കി മാറ്റുന്നതിൽ ഇപ്പം നമ്മൾ നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ പലർക്കും അത്രയ്ക്ക് അങ്ങോട്ട് കൊള്ളാവുന്ന, എല്ലാവർക്കും ഒരു സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരുണ്ടാവും, ബൗദ്ധികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും, അതോടൊപ്പം പഠിക്കാൻ വീട്ടിൽ സാഹചര്യങ്ങളില്ലാത്ത കുട്ടികളുണ്ടാവും. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പലപ്പോഴും പിന്നിലേക്ക് അടിക്കപ്പെടുന്നവരുണ്ട്. അവരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുക എന്ന് പറയുന്ന ഒരു തലമുണ്ട്. അവർക്ക് നല്ല വിദ്യാഭ്യാസം അവർക്കും അവകാശപ്പെട്ടതാണ്, അവരുടെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം അവന്റെ അവകാശമാണ്. അതിന് പ്രാപ്തരാക്കാൻ വേണ്ടി ശ്രദ്ധ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അദ്ദേഹം ആരംഭിച്ചു. ഒരു പദ്ധതി വിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പിലാക്കി. ശ്രദ്ധ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ അത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ പഠനം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ അവർക്ക് വേണ്ട ക്ലാസ്സുകൾ തുടങ്ങിയ ഒരുപാട് പരിപാടികളിലൂടെ അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രവീന്ദ്ര മാഷ് എടുത്തൊരു എഫർട്ടുണ്ട്. ആ എഫർട്ടാണ് ശ്രദ്ധ എന്നുള്ള പേരിൽ അദ്ദേഹം പിന്നെ തന്റെ കാർഷിക മേഖലയിലും അദ്ദേഹത്തിന് ഒരുപാട് കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിലെ കദളിപ്പഴം കൊടുക്കുന്ന അടക്കം അദ്ദേഹത്തിന്റെ പദ്ധതികളിൽ വരുന്നതാണ്. അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പദ്ധതിയാണ് നേച്ചർ ക്ലബ്ബുകൾ പോലെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ. പിന്നെ അത് മാത്രമല്ല, അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികൾ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ അവരെ പലപ്പോഴും പ്രശംസിച്ചിട്ടുള്ളത്. അവരുടെ കയ്യിരിപ്പ് അങ്ങേറ്റത്താണെങ്കിൽ തന്നെയും നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തൊഴിലെടുക്കാൻ വരുന്ന അത്തരക്കാരായ ആൾക്കാരെ നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് ഒരു മര്യാദ ഉണ്ടാക്കി വെച്ചത് നമ്മളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഓർക്കണം. അപ്പോൾ ആ സമയത്ത് അവിടുന്ന് നാട്ടിലേക്ക് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രീതി ആണെങ്കിൽ തന്നെയും അവർക്ക് അത് ഫോളോ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിനുവേണ്ടി റോഷ്നി എന്ന ഒരു പേരിൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു പദ്ധതി തയ്യാറാക്കി രൂപരേഖ ഉണ്ടാക്കി അവതരിപ്പിച്ച
ഒരാൾ രവീന്ദ്രൻ മാഷ് തന്നെയാണ്. അപ്പം വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രൻ മാഷിന്റെ കയ്യൊപ്പ് വളരെ വലുതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം നമുക്കറിയാം രവീന്ദ്രൻ മാഷിന്റെ അതേ കാലഘട്ടത്തിലാണ് നമുക്ക് കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മളുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെ വന്ന സമയത്ത് നമ്മൾ ലോക്ക്ഡൌണിലേക്ക് പോകുന്നു, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം അടച്ചിടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിച്ച എന്താ, കുട്ടികളുടെ നമ്മൾ നോക്കിയോളൂ, അത് ഡിസംബറിൽ നമുക്ക് കോവിഡ് ഉണ്ടാകുന്നു, ആ കാലഘട്ടത്തിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു, മാർച്ചൊക്കെ എത്തുമ്പോൾ നമ്മൾ ലോക്ക്ഡൌണിലാണ് ശരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്ന് പറയുന്ന വലിയൊരു ആശയക്കുഴപ്പം സർക്കാരിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, അതായത് കുട്ടികൾക്കിടയിലേക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പുതിയ രീതി അവതരിപ്പിക്കാൻ കഴിഞ്ഞതും ഈ പറയുന്ന രവീന്ദ്രൻ മാഷ് ആ വകുപ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ്, നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ കേരളത്തിൽ രവീന്ദ്രൻ മാഷ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു മന്ത്രി എടുത്തിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുത്തിട്ടുള്ള ഒരു നയങ്ങൾ വളരെ വലുതായിരുന്നു എന്നുള്ളത് കാണാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിത രീതി, കറയറ്റ തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയായ വ്യക്തി, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രസക്തിയുള്ള ഒരു വ്യക്തി കൂടിയാണ്, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ എണ്ണപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് രവീന്ദ്രൻ മാഷ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതേ മണലൂർ എന്ന് പറയുന്ന, ഇപ്പം എനിക്ക് തോന്നുന്നു അവിടേക്ക് വരുമ്പോൾ, അവിടെ 2011 മുതൽ ഇടതുപക്ഷം തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ MLA മാത്രമാണ്, മുരളി പെരുന്നെല്ലിയോ അങ്ങനെ എന്തോ ആണ് ഇപ്പം അവിടുത്തെ MLA ആയിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു തവണ മാത്രമാണ് ഒരു പിന്നെ ഒരാൾ അവിടെ കോൺഗ്രസിന്റെ ജയിച്ചത്. ആ ജയിച്ചത് തന്നെ വളരെ 300 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ആ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കിയൊക്കെയും ഇങ്ങോട്ട് നോക്കി പരിശോധിച്ചാൽ ബാക്കിയൊക്കെയും ജയിച്ചിരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള കാര്യം ഒരു വളരെ പോസിറ്റീവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ ഘടകം തന്നെയാണ്. കാര്യം നമ്മൾ അവിടെ നോക്കുമ്പോൾ ഏകദേശം വോട്ടിന്റെ കാര്യത്തിൽ ഒരു വലിയ മാറ്റം, ഏകദേശം ഒരു 40 ശതമാനത്തോളം വരുന്ന വോട്ടുകൾ അവിടെ ഇടതുപക്ഷത്തിന് നേടാൻ കഴിയുന്നുണ്ട് എന്നുള്ള ഇടതുപക്ഷത്തിന്റെ വലിയൊരു വിജയം തന്നെയാണ്. വിജയമായി തന്നെ നമുക്ക് പരിഗണിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഈ പ്രാവശ്യം ഈ LDF അവിടെ യാതൊരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇല്ല, അത് പ്രത്യേകിച്ച് ഈസി വാക്ക് ഓവർ എന്ന് പറയാൻ പറ്റില്ല. നല്ല മത്സരം നടക്കും. ഇപ്പൊ പറഞ്ഞ TN പ്രതാപനാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതെങ്കിൽ TN പ്രതാപന് തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാര്യം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ TN പ്രതാപന്റെ പേര് ഉയർന്നു കേൾക്കുകയും പിന്നീട് അവിടെ K മുരളീധരൻ വന്നപ്പോൾ TN പ്രതാപന് അവിടെ ലോക്കലായിട്ട് പ്രവർത്തിക്കുന്ന അവിടുത്തെ DCC അടക്കം TN പ്രതാപന്റെ കയ്യിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കോൺഗ്രസിന്റെ വോട്ടുകൾ ചോരാതെ സൂക്ഷിക്കേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമായി മാറുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് അതിനു മുമ്പ് AN രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി. ഏകദേശം 13% വോട്ടിന്റെ വർധനവ് കോൺഗ്രസിന് BJPക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് BJP അവിടേക്ക് കാലുകുത്തി തുടങ്ങി എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ ആ ഒരു പോസിബിലിറ്റി കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഒരു ഒത്തുകളിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TN പ്രതാപൻ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നു. TN പ്രതാപൻ എന്ത് വന്നാലും ജയിക്കാനേ ശ്രമിക്കുകയുള്ളൂ. TN പ്രതാപന് പഴയ ഒരു എന്താ പറയുക ഒരു പ്രസക്തി രാഷ്ട്രീയത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. കാര്യം തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് TN പ്രതാപൻ നടത്തിയ ഈ തൊഴുത്തിൽ കുത്ത് പരിപാടി ഉണ്ടായിരുന്നു. അവിടെ സുരേഷ് ഗോപിയെ വിജയത്തിലേക്ക് നയിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ K മുരളീധരനെ 3ാം സ്ഥാനത്തേക്ക് പറഞ്ഞു വിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ TN പ്രതാപൻ എന്ന് പറഞ്ഞ. കാരണം ഒരു സമയത്ത് BJPയിലോട്ടാണോ എന്നുള്ള ഒരു തോന്നൽ വരെ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് TN പ്രതാപന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ BJP തോൽക്കാൻ കാരണം എന്ന് പറയുന്ന, ജയിക്കാൻ തന്നെ കാരണം ഈ TN പ്രതാപനും അവിടുത്തെ ജില്ലാ കളക്ടറും അങ്ങനെ തുടങ്ങി TN പ്രതാപന്റെ നേതൃത്വത്തിലും അവിടുത്തെ DCC നേതാക്കന്മാരുടെ മുന്നേറ്റത്തിലും ഒക്കെ കൂടി അത് സംബന്ധിച്ച് KC ജോസഫിന്റെ ഒരു സമിതി, 3 അംഗ സമിതി, T സിദ്ദിഖ് അടക്കം ഉണ്ടായിരുന്നതാണ്. ആ സമിതി കണ്ടെത്തിയത് കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ചയുണ്ടായി എന്നുള്ളത് തന്നെയാണ്. എന്ന് പറയുന്ന പോലെ ഇവിടെ തിരുനെല്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ TN പ്രതാപനെ നമുക്ക് കുറ്റം പറയേണ്ടി വരും. TN പ്രതാപൻ അവിടെ ജയസാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ TN പ്രതാപനും ജയസാധ്യത ഒരു 40% ജയസാധ്യത TN പ്രതാപനുണ്ട്. അപ്പോഴും അവിടെ മുന്നിട്ട് നിൽക്കുന്ന ഒരാള് രവീന്ദ്രൻ മാഷാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, TN പ്രതാപൻ ഇതിനു മുമ്പ് എവിടെയെങ്കിലും രാഷ്ട്രീയത്തിൽ ഇരുന്നിട്ട് വലിയ നേട്ടമുണ്ടാക്കിയ ഒരാളോ അല്ലെങ്കിൽ ഒരു അറിയപ്പെടുന്ന തലത്തിലേക്ക് ഒരു വകുപ്പിനെ കൊണ്ട് എത്തിച്ച ആളോ ഒന്നുമല്ല. അദ്ദേഹത്തിന് പലപ്പോഴും MP ആയിട്ടുള്ള പ്രാഗൽഭ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളെ ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, ഇൻ കേസ് അങ്ങനെ അബദ്ധവശാൽ അങ്ങനെ UDF അധികാരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഇവരൊക്കെ ഏത് വകുപ്പ് ഭരിക്കും എന്നുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകും. TN പ്രതാപനെ കൊണ്ടുവന്ന് അവിടെ ഒരു വകുപ്പ് ഭരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യവും സംശയമാണ്. ഇനിയിപ്പോൾ അത് മാത്രമല്ല,
ഇവിടങ്ങളിലൊക്കെ നമ്മൾ ഭയക്കേണ്ട മറ്റൊരു, അല്ലെങ്കിൽ രണ്ട് മുന്നണികളും UDF ആണെങ്കിലും LDF ആണെങ്കിലും ഭയക്കേണ്ട ചില കാര്യം എന്ന് വെച്ചാൽ BJPയുടെ ഒരു വളർച്ചയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ BJP കഴിഞ്ഞിട്ടില്ല. വോട്ടിന്റെ കാര്യത്തിലൊക്കെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അവിടെ ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് BJP എത്തിപ്പെടാനുള്ള ഒരു സാധ്യത, അതായത് ത്രികോണ മത്സരത്തിൻ്റെതായ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോഴും TN പ്രതാപനാണോ അവിടെ മത്സരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എങ്കിൽ തന്നെയും അവിടെ മണലൂരിലെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വളർച്ചയുണ്ടാകാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. എന്നിരുന്നാൽ തന്നെയും ഇപ്പൊ നിലവിലത്തെ സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ മണലൂരിനെ സംബന്ധിച്ച് രവീന്ദ്രനാഥ് മാഷിന് തന്നെയാണ് അവിടെ ഇപ്പോഴൊരു പ്രൊമിനൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കുള്ളത്, ഒരു മുന്നേറ്റം ഉണ്ടാകുക. അതിനിപ്പം രവീന്ദ്രമാഷിന് എതിർ സ്ഥാനാർത്ഥി ആര് വരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ മുന്നേറ്റം എത്രത്തോളം വലുതാണ് ചെറുതാണ് എന്നുള്ളത് കണക്കാക്കാൻ. എങ്കിൽ തന്നെയും അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള പല നയങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പല പരിഷ്കാരങ്ങളും ഒക്കെ കേരളത്തിലെ സമൂഹം തിരിച്ചറിഞ്ഞ വർഷങ്ങളായിരുന്നു കഴിഞ്ഞ 2021 വരെയുള്ള 16 മുതൽ 21 വരെയുള്ള ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ രവീന്ദ്രമാഷിനെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രമാഷ് ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമുക്ക് ആദ്യ ഘട്ടത്തിൽ തന്നെ പറയാൻ കഴിയുന്നത്. പിന്നെ ഇനിയും ഇടതുപക്ഷത്തിന്റെ വോട്ടുകളൊന്നും അവിടെ ചോരാൻ സാധ്യതയില്ല. കാര്യം ഇടതുപക്ഷത്തിന് കൃത്യമായ വോട്ട് ബാങ്ക് ഉള്ള ഒരു മേഖല കൂടിയാണ് ശരിക്കും ഈ പറയുന്ന മണ്ഡലം. അപ്പൊ അതുകൊണ്ട് രവീന്ദ്രമാഷിന് ഒരു മുൻതൂക്കമുണ്ട്. പിന്നെ TN പ്രതാപൻ മത്സരിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് എന്തെങ്കിലും പടലപ്പിണക്കങ്ങൾ ഇതുവരെ ഉണ്ടായിരിക്കുന്ന തൃശ്ശൂർ DCCയുമായി ബന്ധപ്പെട്ടുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ തെരഞ്ഞെടുപ്പിലെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യവും ഈ പറയുന്ന മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം.